ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും ഇത്ര നേരം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല ജഗ, ഈ പോലീസുകാരെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് കാണുമല്ലോ അല്ലേ? അല്ല, എസ് ഐ എന്ത് പറയുന്നു? വാ. അമ്മയും അച്ഛനും പിരിയണം. സോറി മോനെ. സാരമില്ല അച്ഛാ. മക്കൾ കാണിച്ച നെറികേടിന് സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് മറുപടി നൽകാൻ ഇറങ്ങി തിരിച്ചവരില്ലേ നിങ്ങള്? ചന്ദ്രിക മാധവൻ നായർ പ്രണയകഥ കേട്ടപ്പോ ഒരു കാഞ്ചനമാല മൊയ്തീൻ ലൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊയ്തീനും കാഞ്ചനമാലയും പ്രണയത്തിൽ തോറ്റുപോയവരാ. നിങ്ങൾ പ്രണയത്തിൽ ജയിച്ചവരും. എന്നിട്ടും സ്വയം ജീവിതം അവസാനിപ്പിച്ച് തോൽക്കാൻ ഇറങ്ങി തിരിച്ചത് ബുദ്ധിമോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊരു ക്ലൈമാക്സിന് വേണ്ടിയായിരുന്നോ ഈ അമ്മ കൊട്ടാരവും സുഖസൗകര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് മാധവൻ നായർ എന്ന ഈ അച്ഛനോടൊപ്പം ഇറങ്ങിത്തിരിച്ചത്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ മുഖച്ഛായുണ്ട്. അതാണ് കടൽ തീരത്ത് നിന്നപ്പോ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ എനിക്ക് അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമുണ്ടായിരുന്നില്ല. അമ്മയെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാവുന്നത്. എന്നെ ഓർത്ത് വിലപിച്ചിട്ടുള്ള ആ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള തിലഹോമം ചെയ്യാനാണ് ഞാൻ കടൽ തീരത്തിന് സമീപമുള്ള ശിവക്ഷേത്രത്തിലേക്ക് വന്നത്. നിങ്ങളെ കണ്ടപ്പോ മരണത്തിന് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഏതായാലും ഞാൻ 2 ദിവസം ഇവിടെ കാണും. അതുവരെ നിങ്ങൾക്ക് എന്റെ അമ്മയുടെയും അച്ഛന്റെയും സ്വാതന്ത്ര്യത്തിൽ ഈ മുറിയിൽ താമസിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ തീരുമാനിക്കാം. കുഞ്ഞെ, ഞങ്ങള് വേണ്ട, തൽക്കാലം എതിര് പറയാൻ നിൽക്കണ്ട. എനിക്ക് നല്ല തലവേദനയുണ്ട്. തലവേദന, ഒരു കട്ടൻ. അച്ഛനമ്മയും കണ്ടോ? വന്ദന എന്തായി?
ഈശ്വര, സുചിത്രേച്ചി കരയണ്ട. ഞാൻ വന്ദനെ തന്നെ ഒരുവിധം സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുക. SI ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ തന്നെ അവരെ കിട്ടിയെന്നുള്ള വാർത്ത നമുക്ക് കിട്ടിയേക്കും. സമാധാനിക്കേ. ജഗ, ഞാനും ഇത്ര നേരം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല ജഗ, ഈ പോലീസുകാരെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് കാണുമല്ലോ അല്ലേ? അല്ല, SI എന്ത് പറയുന്നു? വാ. ആരോടെന്ത് ചോദിക്കാനാ? ഡേ, ഒരു കട്ടൻ കിട്ടുമോ? നല്ല തലവേദന. ദേ, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. ചിലപ്പോ ദേഷ്യം വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. കാണാതായ തന്തയും തള്ളയും തേടി ഇറങ്ങി ക്ഷീണിച്ച് വന്നിരിക്കുമല്ലേ കാട്ടനിട്ട് തരാൻ. രഘുവായിരിക്കും. നീ വാതിൽ തുറന്നേ. മോനെന്താ വൈകുന്നേന്ന് വിചാരിച്ച് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒന്ന് വിളിച്ചു ചോദിക്കാൻ കുഞ്ഞിന്റെ നമ്പരും വാങ്ങിയില്ല. അതാ അബദ്ധം പറ്റിയത്. ഓ, നമ്പർ തരുന്ന കാര്യം ഞാനും അങ്ങ് മറന്നുപോയി. ഇത് ക്ഷേത്രത്തിലെ പ്രസാദം. ഒന്ന് തൊഴുതു മടങ്ങാൻ പോയതാ. അപ്പ അവിടെ സപ്താഹയജ്ഞം നടക്കുന്നു. കുറച്ചുനേരം അതും കേട്ടെങ്കിരുന്നു. നാളെ നിങ്ങളും കൂടെ പോരൂ, നമുക്ക് ഒരുമിച്ച് തൊഴാം. ഇല്ല മോനെ, തൽക്കാലം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങള്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. മാനത്തെ കൊട്ടാരം